പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ജീവിതത്തെ പുനരുദ്ധരിക്കുന്ന ചരിത്ര സാക്ഷ്യങ്ങളെ കേട്ടോണ്ടിരിക്കുമ്പോഴേ എന്റെ ഹൃദയത്തെ വിശ്വാസത്താൽ ദൈവ സ്നേഹത്താൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അടിപ്പിണർ പോലെ ആഘാതം പോലെ ദൈവിക ശക്തി എന്നിൽ നിറയട്ടെ. രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങളെ യേശുനാമത്തിൽ പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മക്കളെ, അതായത് കർത്താവിൻ്റെ വചനം ഒത്തിരിയേറെ ഈ ജീവിതത്തിൻ്റെ മഹാമാരകമായ പ്രശ്നങ്ങളെ ഈസിയായിട്ട് പരിഹരിക്കുന്ന കുറേ ദൈവാനുഭവങ്ങളെ നമ്മളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ കർത്താവിൻ്റെ വചനം പറയും, നീ രോഗിയാണോ? നീ കടം കയറി മുടികയാണോ? നിനക്ക് ഉറക്കമില്ലേ? നിനക്ക് പ്രഷർ കൂടുതലാണോ? ബന്ധുക്കൾ നിന്നെ ഒറ്റപ്പെടുത്തിയോ? നിനക്ക് വീടില്ലേ? അതിൻ്റെ മാനക്കേട് നീ അനുഭവിക്കുന്നുണ്ട്. നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്നാണ് പറയണത്. നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ നീ ഉടമ്പടി ചെയ്ത നിൻ്റെ ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. വാഗ്ദാന പേടകമായി അവൻ കൃപയുടെ സിംഹാസനമായി നീ ഒന്ന് ചെരിഞ്ഞാൽ മതി. എന്താ പറയണത്? അത് ഹെബ്രായ ലേഖനമാണ് 4:16. ഹെബ്രായ 4:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ക്രിസ്തുവിനെ സമീപിക്കാമെന്നാണ് പറയണത്. ഹെബ്രായ ലേഖനം എന്താ പറയണത്? നമുക്ക് ക്രിസ്തുവിൻ്റെ നമുക്കറിയാമല്ലോ, ക്രിസ്തുവിൻ്റെ ഒരു സംലഭ്യത എന്ന് പറയണത് നവൻ തന്നെയല്ല, അപ്പോഴും ഇപ്പോഴും അല്ല, അതായത് വേണ്ട സമയത്താണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച ക്രിസ്തു അനുഭവം. ഒന്ന് വായിച്ച് ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ കൃപാവരമെല്ലാം ഇപ്പം സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ ആയിരിക്കണത്? അയാളാണ് കൃപാവരത്തിൻ്റെ സിംഹാസനം. സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ എന്ന് പറയണത്? ലോകത്തിലുള്ള മുഴുവൻ ദൈവം നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങൾക്കും സാക്ഷാത്കരിക്കണത് വൺ ആൻഡ് സെയിം ആൻഡ് സിംഗിൾ പേഴ്സൺ യേശു ക്രിസ്തു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. മഹത്വം, ആരാധന,
എനിക്ക് ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. സകല വാഗ്ദാനങ്ങൾ 2 കൊരിന്തോസ് 1:20. 2 കൊരിന്തോസ് 1:20. ദൈവത്തിന്റെ സകല ഏറ്റു വാഗ്ദാനങ്ങളും പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവ മഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുമ്പോൾ നമുക്ക് ലഭിക്കണ എന്താണ്? ദൈവമഹത്വമാണ്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുകയാണ്. കാര്യം ഒരു വിശ്വാസിക്ക് ആമേൻ പറയാൻ പറ്റത്തുള്ളൂ, ഒരു പ്രത്യാശിക്ക് തന്നെ ആമേൻ പറയാൻ പറ്റത്തുള്ളൂ. സർവ്വോപരി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ക്രിസ്തു വഴി ആമേൻ പറയത്തുള്ളൂ. അപ്പോഴെന്താണ്? എല്ലാ വാഗ്ദാനങ്ങളും അവൻ വഴി നിങ്ങൾക്ക് അതേ തന്നെയാണ്. കൈയടിച്ചു കൊടുത്ത പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവരിലും ദൈവിക പുണ്യങ്ങൾ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.